ദിവസങ്ങൾക്ക് മുൻപാണ് ചലച്ചിത്ര നിർമ്മാതാവ് കൂടിയായ തന്റെ സഹോദരൻ ഹസീബ് ഹനീഫിന് ജയറാമിൽ നിന്നുണ്ടായ അനുഭവം പങ്കുവച്ച് നടി ഉഷ ഹസീന എത്തിയത്. ജയറാം നായകനായ മൈ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, കാളിദാസ് ജയറാം നായകനായ ഹാപ്പി സർദാർ എന്നീ ചിത്രങ്ങളുടെ നിർമ്മാതാവാണ് ഹസീബ് ഹനീഫ്. ജയറാമിന്റെ വാക്കിന്റെ പുറത്ത് ഹാപ്പി സർദാർ നിർമ്മിക്കുകയും എന്നാൽ ആ ചിത്രം പരാജയപ്പെട്ടതോടെ ഹസീബിന് സാമ്പത്തിക നഷ്ടവും തുടർന്ന് ആരോഗ്യപരമായ പ്രശ്നങ്ങളും ഉണ്ടായെന്നും താൻ കൂടെ ഉണ്ടാവുമെന്ന് വാക്കു പറഞ്ഞിരുന്നയാൾ ഹസീബിന് സ്ട്രോക്ക് വന്നിട്ട് പോലും വിളിക്കുകയോ വന്ന് കാണുകയോ പോലും ചെയ്തിട്ടില്ലെന്ന് ഉഷ മൈ മീഡിയ ഒറിജിനൽസിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. നടി ഉഷയുടെ വാക്കുകൾ ശരിവെച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി എത്തിയിരിക്കുന്നത് ഉഷയുടെ പിതാവിന്റെ അടുത്ത സുഹൃത്തായിരുന്ന സംവിധായകൻ ആലപ്പി അഷ്റഫാണ്. ജയറാമിന്റെ വാക്കു വിശ്വസിച്ച് സിനിമ നിർമ്മിച്ച ഹസീബിന് 10 കോടിയോളം സാമ്പത്തിക ബാധ്യത ഉണ്ടായെന്നും ഒടുവിൽ സഹായത്തിനായി അഭ്യർത്ഥിച്ചപ്പോൾ താരം തിരിഞ്ഞുപോലും നോക്കിയില്ലെന്നും തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിലൂടെ ആലപ്പി അഷ്റഫ് ആരോപിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഉഷയ്ക്ക് 2 സഹോദരന്മാരാണുള്ളത്. 2 പേരും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമാണ്. അനുജൻ ഹസീബ് ഹനീഫ് അറിയപ്പെടുന്ന ഒരു നിർമ്മാതാവാണ്. കലാഭവൻ മണി നായകനായ മാണിക്യൻ, പൃഥ്വിരാജ് നായകനായ വർഗം, ഉണ്ണിമൂന്നൻ നായകനായ പാതിരാമണൽ, ഫഹദ് നായകനായ ഗോഡ്സ് ഓൺ കൺട്രി, ജയറാം നായകനായ ആടും പുലിയാട്ടം, ഗ്രാൻഡ് ഫാദർ, മമ്മൂട്ടി നായകനായ ഉട്ട്യോബിയിലെ രാജാവ്, കുഞ്ചാക്കോ ബോബൻ നായകനായ കുട്ടനാടൻ മാർപ്പാപ്പ, ജയറാമിന്റെ മകൻ കാളിദാസ് ജയറാം നായകനായ ഹാപ്പി സർദാർ എന്നിവയാണ് അദ്ദേഹം നിർമ്മിച്ച സിനിമകൾ. ഹാപ്പി സർദാർ എന്ന കാളിദാസൻ നായകനായ ചിത്രത്തോടെ ഹസീബിന്റെ സിനിമാ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എന്നേക്കുമായി തിരശീല വീണു. അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും തകർന്നടിഞ്ഞു. മാനസികമായും ശാരീരികമായും തകർന്നു. ഒന്നുമില്ലായ്മയിൽ നിന്നും സിനിമാ മേഖലയിൽ എത്തപ്പെട്ട് കഠിനാധ്വാനത്തിലൂടെയും അർപ്പണ മനോഭാവത്തിലൂടെയും തന്റേതായ ഒരിടം കെട്ടിപ്പടുത്ത നിർമ്മാതാവായിരുന്നു ഹസീബ്. സിനിമാ നിർമ്മാണം കൂടാതെ സിനിമാ നിർമ്മാതാക്കൾക്ക് ഫൈനാൻസ് അറേഞ്ച് ചെയ്തു കൊടുക്കൽ, സിനിമയുടെ സാറ്റലൈറ്റ് അവകാശം വാങ്ങിക്കൊടുക്കൽ എന്നിവയൊക്കെ ചെയ്തുകൊണ്ട് സിനിമാ രംഗത്ത് ഒരു അവിഭാജ്യ ഘടകമായി അദ്ദേഹം മാറിയിരുന്നു. ആലപ്പുഴയിൽ മറ്റും ബിസിനസ്സുകളുമായി നല്ല രീതിയിൽ ജീവിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായ ഒരു ഇരുട്ടടി ഹസീബിന് ഏൽക്കുന്നത്. ഏതോ ഒരു നിർമ്മാതാവ് കുറെ പണം മുടക്കിയ ശേഷം ഉപേക്ഷിച്ചു പോയ ഒരു പ്രോജക്റ്റ് ഹസീബ് ഏറ്റെടുത്ത് നടത്തേണ്ടി വന്നു. അതുവരെ ആർട്ടിസ്റ്റ് വാല്യൂ മാത്രമുള്ള ചിത്രങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഹസീബ് ആദ്യമായിട്ടാണ് ആർട്ടിസ്റ്റ് വാല്യൂ ഇല്ലാത്ത പുതുമുഖ സംവിധായകന്റെ ഒരു ചിത്രത്തിന്റെ നിർമ്മാണ ചുമതല ഏറ്റെടുക്കുന്നത്. കാളിദാസ് ജയറാം നായകനായ ഹാപ്പി സർദാർ എന്ന ചിത്രമായിരുന്നു അത്. ഞാൻ ഹസീബിനോട് ചോദിച്ചു, എല്ലാം ബിസിനസ് കണ്ണുകൊണ്ട് മാത്രം നോക്കിക്കാണുന്ന ഹസീബ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പടം ഏറ്റെടുത്തത് എന്ന്. അത് ജയറാമിന്റെ മേലുള്ള എന്റെ വിശ്വാസമാണ് എന്നായിരുന്നു ഹസീബ് പറഞ്ഞ മറുപടി. ജയറാം എന്നോട് പറഞ്ഞു, എന്റെ മകന്റെ പടം ഹസീബ് ഏറ്റെടുക്കണം, അതിന് എന്ത് സംഭവിച്ചാലും ഞാൻ ഒപ്പമുണ്ടാകുമെന്ന്. എന്തുണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാമെന്ന ആ ഉറപ്പാണ് എന്റെ വിശ്വാസമെന്ന്. തുടർന്ന് കോടികൾ വാരിയെറിഞ്ഞുകൊണ്ട് ഷൂട്ടിംഗ് ആരംഭിച്ചു. പഞ്ചാബിലും ഹരിയാനയിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലും കേരളത്തിലും ഒക്കെയായി ഷൂട്ടിംഗ് പുരോഗമിക്കുന്നതിനനുസരിച്ച് മാർവാടികളുടെ കയ്യിൽ നിന്നും വട്ടിപ്പലിശയ്ക്ക് പണം എടുത്തുകൊണ്ടേയിരുന്നു. വലിയ ആഘോഷത്തോടെ പ്രതീക്ഷയോടെ പടം റിലീസ് ചെയ്തപ്പോൾ പടം 8 നിലയിൽ വീണു. പോസ്റ്റർ ഒട്ടിച്ച പണം പോലും ലഭിച്ചില്ല. ആ മാനസിക ആഘാതത്തിൽ ഹസീബ് എന്ന നിർമ്മാതാവും വീണു. ഈ ചിത്രത്തിന് വേണ്ടി ഹസീബിന് വന്ന ബാധ്യത ഏതാണ്ട് 10 കോടി രൂപയോളമാണ്. കടം കയറി തകർന്നടിഞ്ഞു നിൽക്കുന്ന നിർമ്മാതാവിന് ഇനി ആരാണ് ഡേറ്റ് കൊടുക്കുക? ജയറാമിന്റെ വാക്കുകൾ മനസ്സിൽ കണ്ട ഹസീബ് ഏറെ പ്രതീക്ഷയോടെ അദ്ദേഹത്തെ സമീപിച്ചു. ആടും പുലിയാട്ടം എന്ന ചിത്രത്തിന്റെ സംവിധായകനായ കണ്ണൻ താമരക്കുളത്തിനെയും കൂട്ടിക്കൊണ്ടാണ് ഹസീബ് ജയറാമിനെ കാണാനെത്തിയത്. ആടും പുലിയാട്ടത്തിന് ഒരു 2ാം ഭാഗം ചെയ്യാൻ കഥ റെഡിയാണെന്നും ഡേറ്റ് നൽകി സഹായിക്കണമെന്നും ഹസീബ് ജയറാമിനോട് പറയുന്നു. ഡേറ്റിനായി 1 വർഷം കാത്തിരിക്കേണ്ടി വരുമെന്ന ജയറാമിന്റെ അഴകുഴമ്പൻ മറുപടിയാണ് അവർക്ക് ലഭിച്ചത്. ആ സമയങ്ങളിൽ ജയറാമിന് വലിയ പടങ്ങളോ തിരക്കുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഹസീബ് പറയുന്നുണ്ട്. പടമില്ലാത്ത തന്നെ ഒഴിവാക്കാനായിട്ടാണ് ജയറാം ഇങ്ങനെ പറഞ്ഞതെന്ന് ഹസീബിന് അപ്പോൾ തന്നെ മനസ്സിലായി. മകന്റെ കാര്യത്തിനു വേണ്ടി തന്നോട് പറഞ്ഞ വാചകങ്ങളൊക്കെ ജയറാം അപ്പാടെ വിഴുങ്ങിയിരിക്കുന്നു. തകർന്നടിഞ്ഞ വേദനയോടെ ഇരിക്കുന്ന ഹസീബിന് ജയറാം അയച്ച ഒരു വോയിസ് മെസ്സേജ് ഇങ്ങനെയാണ്: എല്ലാം നല്ലതിന് വേണ്ടിയാണ്, ഇതും നല്ലതിന് വേണ്ടിയാണെന്ന് കരുതുക, ദൈവം സഹായിക്കും, ഞാൻ പ്രാർത്ഥിക്കാമെന്ന്. അവിടെയും ജയറാം വാക്കു പാലിച്ചില്ല. ഹസീബിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല. കാരണം കടക്കാർ ഹസീബിനെ വരിഞ്ഞു മുറുക്കി.
തന്റെ സ്ഥാപന ജംഗമ വസ്തുക്കളെല്ലാം തന്നെ ജപ്തിയുടെ വക്കിലെത്തി. ഒരിക്കൽ ഹസീബ് വേദനയോടെ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. മുൻപ് ജയറാമിനോട് ഒരു സഹായം അഭ്യർത്ഥിച്ച കാര്യമായിരുന്നു. ഞാൻ സാമ്പത്തികമായി ആകെ ബുദ്ധിമുട്ടിലാണ്. ഗോകുലം ഗോപാലിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ഫൈനാൻസിന്റെ മുതൽ ഞാൻ എങ്ങനെയെങ്കിലും കൊടുക്കാം. അതിന്റെ പലിശ ഒന്ന് ഒഴിവാക്കി തരാൻ ഗോപാലേട്ടനോട് പറയണം. ജയറാം പറഞ്ഞാൽ അദ്ദേഹം കേൾക്കുമെന്ന്. ജയറാം അത് ഏറ്റെങ്കിലും എനിക്കത് ചെയ്തു തന്നില്ലെന്നാണ് ഹസീബ് പറഞ്ഞത്. കടുത്ത മാനസിക ആഘാതത്തിൽ പക്ഷാഘാതം പിടിപെട്ട് 30 ദിവസത്തോളമാണ് ഹസീബ് അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ കിടന്നത്. ഒരേ സമയം 2 ഓപ്പറേഷനുകൾക്ക് വിധേയമാകേണ്ട സ്ഥിതി വന്നു. മമ്മൂട്ടിയാണ് ഡോക്ടർമാരെ വിളിച്ച് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തിയത്. ഹോസ്പിറ്റൽ ബില്ല് 11.5 ലക്ഷം രൂപ സെറ്റിൽ ചെയ്തത് ബാദുഷയും ആൻഡ്രൂ ജോസഫും ചേർന്നാണ്. ഇത്തരം ഒരു ഗുരുതരാവസ്ഥയിലൂടെ കടന്നുപോകാൻ വഴിയൊരുക്കിയ കാരണക്കാരൻ ഇതൊന്നും അറിഞ്ഞതുമില്ല, കേട്ടതുമില്ല, ആ വഴി വന്നതുമില്ല. സഹോദരന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടും കേട്ടും സഹികെട്ടപ്പോഴാണ് സഹോദരിയായ ഉഷ ഹസീന കാര്യങ്ങൾ തുറന്നു പറഞ്ഞെത്തിയതെന്നും ആലപ്പി അഷ്റഫ് പറയുന്നു.